അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ പെൻഡുലുണ്ട് ഓഫ് ലെങ്ത് 1 meter, right? Simple pendulum of length 1 meter oscillating with an angular frequency. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി 10 radian per second ആണ്. പക്ഷേ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈവൻ ദോ ഇറ്റ് ഈസ് ഓസിലേറ്റിംഗ്, ദി എൻറ്റയർ സപ്പോർട്ട്, ആ എൻറ്റയർ സിസ്റ്റം തന്നെ ഇറ്റ്സ് മൂവിങ് അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ രണ്ട് ഓസിലേഷൻസ് ആണ്. ഒന്ന് പെൻഡുലത്തിൻ്റെ ടു ആൻഡ് ഫ്രോ ഓസിലേഷൻ, and the entire support itself is moving up and down, which is a second oscillation with an angular frequency of 1 radian per second and amplitude of 10 raised to minus 2 meter. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിലേറ്റീവ് ചേഞ്ച് ഇൻ ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ദ പെൻഡുലാണ്. പെൻഡുലത്തിൻ്റെ റിലേറ്റീവ് ചേഞ്ച് ഇൻ ആംഗുലർ ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് തുടങ്ങാൻ പറ്റുക? നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഈക്വൽ ടു time period equal to 2 pi root of L by G. ഇതാണ് നമുക്ക് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം, വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു 2 pi by ഒമേഗ. അപ്പോൾ അതിൽ നമുക്ക് വ്യക്തമായി അറിയാം ഒമേഗ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് G by L ആണ്. ഒമേഗ എന്ന് പറയുന്നത് റൂട്ട് G by L ആണ്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റിലേറ്റീവ് ചേഞ്ച് ഇൻ ആംഗുലർ ഫ്രീക്വൻസി. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് കോൺസെപ്റ്റ് പ്രകാരം റിലേറ്റീവ് എറർ കാൽക്കുലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ എന്ത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒമേഗ എന്ന് പറയുന്നത് റൂട്ട് G by L ആണ്, അഥവാ G by L പവർ 1/2 ആണ്, റൈറ്റ്? സോ റിലേറ്റീവ് എറർ ഇൻ ഒമേഗ വിൽ ബി 1/2 ടൈംസ് റിലേറ്റീവ് എറർ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പ്ലസ് 1/2 ടൈംസ് റിലേറ്റീവ് എറർ ഓഫ് ദ ലെങ്ത് പാർട്ട്. ലെങ്ത്തിൽ വേരിയേഷൻ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ആ സെക്കൻഡ് ടേം 0 ആയി പോകാണ്. സോ വാട്ട് വി ഓൾ നീഡ് ടു ഫൈൻഡ് ഈസ് ദ ഫസ്റ്റ് ടേം ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ, വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഡെൽറ്റ G ബൈ G ആണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് 10 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ചേഞ്ച് ഇൻ ഗ്രാവിറ്റി അഥവാ ഡെൽറ്റ G. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് ന്യൂമറേറ്റർ പാർട്ട് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു കൺസിഡർ ദ ഓസിലേഷൻ ഓഫ് ദി എൻറ്റയർ സപ്പോർട്ട് സിസ്റ്റം. കാരണം അവിടെയാണ് ഗ്രാവിറ്റി ചേഞ്ച് വരുന്നത്. മുകളിലോട്ടും താഴോട്ടും പോകുമ്പോൾ ഉള്ള ഓസിലേഷനിൽ ഗ്രാവിറ്റി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? സോ ഡെൽറ്റ G എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി G അപ്വേർഡ് മൈനസ് G ഡൗൺവേർഡ് എന്ന് നമുക്കെടുക്കാം. അല്ലെങ്കിൽ ദി ആക്സിലറേഷൻ ഓഫ് ദി സിസ്റ്റം വെൻ ഇറ്റ് മൂവ്സ് അപ്വേർഡ് മൈനസ് ആക്സിലറേഷൻ ഓഫ് ദി സിസ്റ്റം വെൻ ഇറ്റ് മൂവ്സ് ഡൗൺവേർഡ്സ് എന്നുള്ള തരത്തിൽ നമുക്കെടുക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ലോസ് ഓഫ് മോഷനിൽ പഠിച്ച ലിഫ്റ്റിൻ്റെ കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ലിഫ്റ്റ് മുകളിലോട്ട് പോകുമ്പോൾ ഇഫക്റ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് G+A ആണെന്നും താഴോട്ട് വരുമ്പോൾ ഇഫക്റ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് G-A ആണെന്ന് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ G+A അപ്വേർഡ് മോഷനിലും G-A ഡൗൺവേർഡ് മോഷനിലും എടുത്തു കഴിഞ്ഞാൽ ഈ G ക്യാൻസലായിട്ട് പോയിട്ട് നമുക്ക് കിട്ടുന്ന ഡെൽറ്റ G എന്ന് പറയുന്നത് 2 ടൈംസ് ആക്സിലറേഷനാണ്. നൗ വീണ്ടും നമ്മൾ ഓസിലേഷൻസിൻ്റെ കോൺസെപ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. നെഗറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയറക്ഷനാണ്. അതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ഒമേഗ സ്ക്വയർ എക്സ്. ആംപ്ലിറ്റ്യൂഡ് അല്ല, മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒമേഗ സ്ക്വയർ എക്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മോഷൻ ഓഫ് ദി എൻറ്റയർ സപ്പോർട്ട് സിസ്റ്റം ആണ് നമ്മളിവിടെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഒമേഗ സ്ക്വയർ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് നമുക്ക് ആക്സിലറേഷൻ, അതായത് നെറ്റ് ആക്സിലറേഷനെ നമുക്ക് എഴുതാം. അപ്പോൾ ഡെൽറ്റ G എന്ന് പറയുന്നത് എന്തായി? 2 ടൈംസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ആക്സിലറേഷൻ വിച്ച് ഈസ് ഒമേഗ സ്ക്വയർ ടൈംസ് ആംപ്ലിറ്റ്യൂഡാണ്. ഓക്കെ, ഇതാണ് ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ റിലേറ്റീവ് ചേഞ്ച് ഇൻ ആംഗുലർ ഫ്രീക്വൻസിയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ഈസ് ദസ് ഈക്വൽ ടു 1/2 ടൈംസ് ഡെൽറ്റ G വിച്ച് ഈസ് 2 ടൈംസ് ഒമേഗ സ്ക്വയർ ആംപ്ലിറ്റ്യൂഡ് ഓവർ G. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് അവേ എന്ത് ക്യാൻസൽ ചെയ്യാം? 2 ക്യാൻസൽ ചെയ്ത് ഒമേഗ എന്ന് പറയുന്നത് സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ 1 radian per second ആണ്. സോ 1 സ്ക്വയർ ടൈംസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ഓസിലേഷൻ, അപ്പ് ആൻഡ് ഡൗൺ മോഷൻ വരുന്നത് 10 raised to minus 2 meter ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി
10 ആണ്. സോ ആൻസർ ഈസ് 10⁻³ ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ആ പ്രോബ്ലം ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള ഓസിലേഷൻസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. അതിലൊരു ഓസിലേഷൻ പെൻഡുലത്തിൻ്റെയാണ്. അതിലത്തെ ΔL/L പാർട്ട് ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം അത് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഓഫ് ദ പെൻഡുലം. അപ്പോൾ ആ ടേം ക്യാൻസലായിപ്പോയി. പിന്നെ നമുക്ക് റിലേറ്റീവ് ചേഞ്ച് ഇൻ ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ΔG വേണമായിരുന്നു. ΔG ഈസ് ബേസിക്കലി ദ വേരിയേഷൻ ഓഫ് ദ ഗ്രാവിറ്റി വെൻ ഇറ്റ് മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ ഓർ വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ വെൻ ദ സിസ്റ്റം മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ. ലിഫ്റ്റിൻ്റെ കേസായിട്ട് കമ്പയർ ചെയ്ത് അപ്വേർഡ് ആക്സിലറേഷൻ മൈനസ് ഡൗൺവേർഡ് ആക്സിലറേഷൻ നമ്മൾ എടുക്കുമ്പോൾ G+A മൈനസ് ഓഫ് G-A ചെയ്യുമ്പോൾ 2 ടൈംസ് ആക്സിലറേഷൻ. ഏതൊരു ഓസിലേഷൻ്റെയും ആക്സിലറേഷൻ എന്ന് പറയുന്നത് -ω²x ആണ്. ആൻഡ് x in this case is the amplitude and ω² times amplitude if you take the magnitude. അതെടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് Δω/ω 10⁻³ ആയിട്ട് കിട്ടാണ്. 10⁻³ അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ ഡി ആണ്. റിലേറ്റീവ് ചേഞ്ച് ഇൻ ആംഗുലർ ഫ്രീക്വൻസി ഈസ് ദസ് ഈക്വൽ ടു 10⁻³ ടൈംസ് റേഡിയൻ പെർ സെക്കൻഡ്. അപ്പോൾ ഇതിൽ ഫൈനൽ ആൻസറിൽ Δω ആണ് ഓപ്ഷൻസിൽ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ Δω എന്ന് പറയുന്നത് ω ടൈംസ് 10⁻³ ആണ്. ω എന്ന് പറയുന്നത് 1 റേഡിയൻ പെർ സെക്കൻഡ് ആയതുകൊണ്ടാണ് ആൻസർ 10⁻³ റേഡിയൻ പെർ സെക്കൻഡിൽ ആൻസർ കിട്ടുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.